പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെ വീണ്ടും പറയേണ്ടി വരികയാണ് ഗൈസ്. അനിമോളുടെ ബിഗ് ബോസിലെ പ്രസൻസിൻ്റെ വാല്യൂ, അതാണ് ഈ വീഡിയോൻ്റെ വിഷയം. അതായത് അനിമോളെ ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട്. അനിമോള് കുലസ്ത്രീ ചമയാണ്, അനിമോള് ഫേക്കാണ്, അനിമോള് മനഃപൂർവ്വം കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണ് എന്ന് വെച്ചാൽ അനിമോൾക്ക് ബിഗ് ബോസ് നല്ല കാശ് കിട്ടുന്നുണ്ട്. അവിടെ ഉള്ള കണ്ടസ്റ്റൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ കാശ് കിട്ടണത് അനിമോൾക്കാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അറിയില്ല, അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സത്യാവസ്ഥ എന്താണെന്നാവോ, ചിലപ്പോൾ ആൾക്കാർ തള്ളി വിടണതാവും അത്. അപ്പോൾ അനിമോള് ആ കാശ് കിട്ടാൻ വേണ്ടി കാശ് തരുന്നുണ്ടല്ലോ ബിഗ് ബോസ്, അതുകൊണ്ട് അവിടെ പരമാവധി കണ്ടൻറ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. അതേപോലെ ചുമ്മാ കരഞ്ഞ് കാണിക്കുകയാണ്. അതേപോലെ അനിമോള് അതിവൈകാരികമായി ഭാവുകത്വപരമായിട്ടൊക്കെ ചുമ്മാ ഇടപെടുകയാണ് മലയാളികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, സ്റ്റാർ മാജിക്കിൽ കാണിച്ച പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് അല്ലേ. പക്ഷേ ഒരു കാര്യം, അതായത് അനിമോൾക്ക് നല്ല രീതിയിൽ PR ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഒരു കാര്യം നമുക്കവിടെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റൂല ഗൈസ്. സംഭവം എന്താ വെച്ചാൽ, ഇന്ന് ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസിനെ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ അതിപ്പോൾ അനുമോള്, ആര്യൻ, അക്ബർ, നെവിൻ, നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ വരുന്ന ആളുകളുടെ പേര് പറയാം. ആരൊക്കെയുള്ളത്? ഇതല്ലാണ്ട് വേറെ ആരൊക്കെ വരുന്നത് പെട്ടെന്ന് വരുന്നത്? ലക്ഷ്മി അല്ലേ, ആളുകളൊക്കെ അല്ലേ. ഇതിൽ പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു 3 പേരെടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊരാൾ അനുമോളായിരിക്കും, അതിൽ ഒരു സംശയമില്ല. അതാണ് അനുമോളുടെ വാല്യൂ എന്ന് പറയുന്നത്. ബിഗ് ബോസിലെ അനുമോളിൻ്റെ വാല്യൂ, വിസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം അത് അംഗീകരിച്ചു കൊടുത്തേ പറ്റും, അതിൽ ഒരു സംശയമില്ല. പിന്നെ അനുമോള് അവിടെ ചെയ്യുന്ന ഒരു പ്രധാന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ, അനുമോള് വളരെ എന്താ പറയുക, അനുമോളുടെ വീട്ടിൽ പെരുമാറുന്ന പോലെ എന്നുള്ള രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. അന്ന് കരുതി ഇപ്പോൾ അനുമോൾ സ്വന്തം വീട്ടിൽ എങ്ങനെ പെരുമാറുന്നത് നമുക്ക് അറിയില്ല. ഞാൻ പറയുന്ന പോയിൻ്റ് ഇങ്ങനെയാണ് ഗൈസ്. അതായത് അനുമോൾക്ക് ആ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് വളരെ കംഫർട്ടബിളായ, മറ്റ് പല കണ്ടസ്റ്റൻസിനും അത് കംഫർട്ടബിൾ തന്നെയാണ്, അല്ലാത്തൊരവസ്ഥയൊന്നുമില്ല. പക്ഷേ അനുമോൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് വളരെ കംഫർട്ടബിളായിട്ട് അവിടെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്നതായിട്ട്, ഇടപഴകുന്നതായിട്ടും ഇരിക്കുന്നതായിട്ട്, നടക്കുന്നതായിട്ട്, കിടക്കുന്നതായിട്ടൊക്കെ തോന്നലുണ്ട് കേസ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി അടിപൊളി. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ആദ്യം അനീഷാണ് ബിഗ് ബോസ് ഹൗസിൽ എൻ്റർ ചെയ്തത്, രണ്ടാമത് വന്നത് അനുമോളാണല്ലേ. അപ്പോൾ തുടക്കത്തിൽ എൻ്റർ ചെയ്തതിൻ്റെ ഒരു പക്ഷേ മാനസികമായിട്ടുള്ള ഒരു ഇതുണ്ടായിരിക്കും. അപ്പോൾ ചിലവർക്കൊക്കെ ഇല്ല, ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പോവുകയായിരിക്കാം. ഫുട്ബോൾ കളിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ ഗ്രൗണ്ടിലൊന്ന് ഓടുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഓടുകയല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമുക്ക് അതുമായിട്ട് ഒരു സെറ്റ് ആവാനുള്ള ടൈമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായി ഉണ്ടായിരിക്കും. അതായത് നമ്മൾ കളിക്കേണ്ട ഗോത എന്താണ്, നമ്മുടെ ഒരു ഗ്രൗണ്ട് എന്താണെന്നുള്ള കുറച്ച് ധാരണ ഉണ്ടെങ്കിൽ, ആ ഒരു എക്സ്പോഷർ ഉണ്ടെങ്കിൽ നമ്മുടെ പിന്നീടുള്ള ആ കളിയെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അതായിരിക്കാം അല്ലേ, അങ്ങനെ ആയിരിക്കാം. അപ്പോൾ ഇവിടെ എന്തായാലും അനിമോൾ ടോപ്പ് 5 വരും എന്നാണ് എൻ്റെ മൈൻഡ് പറയുന്നത് കേസ്. അങ്ങനെ ആവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അനുമോൾ ഇപ്പോൾ അവിടുന്ന് വിക്റ്റായിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് തേങ്ങ അവിടെ ഇപ്പോൾ കാണാനുള്ളത്? എന്തായാലും അനുമോൾക്ക് കട്ടക്കിപ്പോൾ എതിരെ നിൽക്കുന്ന ആളുകളിൽ ഒരാൾ അനീഷൊന്നല്ല ഗൈസ്. ഇവിടെ PR ടീംസും ആളുകളൊക്കെ പറയുന്നത് അനീഷും അനുമോളും തമ്മിലാണ് ഫൈറ്റ് എന്ന്. തേങ്ങയാണ്. അത് കുറച്ച് ദിവസം മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴേക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഗൈസ്. ഇപ്പോൾ അവിടെ നല്ല ഫൈറ്റ് വരും. ഫൈറ്റ് എന്നല്ല, കത്തറ വരുന്നത് നെവിനും അനുമോളും തമ്മിലാണ്. ഇപ്പോൾ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ടല്ലോ ഗൈസേ, നെവിൻ അനുമോളുടെ അടുത്ത് ഭക്ഷണം താടി എന്ന് പറഞ്ഞിട്ട് ആ ചപ്പാത്തിയൊക്കെ നിലത്ത് വീഴ്ത്തണതൊക്കെ പിടിച്ച് വലിച്ചിട്ട് ചപ്പാത്തിയൊക്കെ നിലത്ത് വീഴുന്നുണ്ട്. അതുപോലെ അനുമോളുടെ എന്തോ സംഗതികൾ ഇത് ഞാൻ വലിച്ചെറിയാൻ പോവുകയാണ് പറഞ്ഞിട്ട് കവറോടെ കിറ്റോടെ എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി തൂക്കിയെടുത്ത് വലിച്ചെറിയാനൊക്കെ നോക്കണ്ടല്ലോ. അപ്പോൾ അനുമോൾ എന്താടാ നീ കാണിക്കണം വേണ്ടി വരുന്നുണ്ട്. അനുമോളെ നല്ല രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ആര്, നെവിൻ. അത് വേറെ കാര്യമില്ല, പ്രൊമോലി കാണിക്കുന്ന പോലെ ആവണമെന്നൊന്നുമില്ല ചിലപ്പോൾ നേരിട്ടുള്ളത്. അവരെന്താ വെച്ചാൽ അതിലെ കഷ്ടം എടുത്തിട്ട് ആളുകളെ പിടിച്ചിരുത്താൻ വേണ്ടി, അവർ ആ എപ്പിസോഡ് കാണാൻ വേണ്ടി, ലൈവ് കാണാൻ വേണ്ടിയിട്ട് അവർ ആ പ്രൊമോ ആ രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് വിടണമെന്നൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ എന്തായാലും അനുമോൾ ഒരു വമ്പൻ കണ്ടസ്റ്റൻ്റാണ് ബിഗ് ബോസ് ഹൗസിലെ. അതിന് നമ്മൾ അസൂയപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ PR ടീംസുകൾ തമ്മിലുള്ള ഈ ഫൈറ്റിനിടയിൽ അനുമോളെ വളരെ ദേഷ്യത്തോടു കൂടി നോക്കിയിട്ടൊന്നും കാര്യമില്ല. അനുമോൾ ചെയ്യണതൊക്കെ അടിപൊളിയാണെന്നല്ലാട്ടോ ഞാൻ പറഞ്ഞു തരണത്. അനുമോൾ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ചെയ്യണത് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രത്തോളം അനുവിന് ഒരു എന്താ പറയുക, അനുവിനോട് ഒരു ഇറിറ്റേഷൻ തോന്നുന്ന പോലെയുള്ള സാധനങ്ങളൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അവിടെ. എനിക്ക് അവിടെ അനുമോൾ ചെയ്യുന്നതിൽ
ആ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ ഒന്ന് എന്താ അറിയുക ഗൈസേ, അതിലെ നൂറായിട്ടുള്ള ഒരു ഷാഡോ ആയിട്ട് നിൽക്കില്ല. എനിക്കത് ആരായാലും അനുമോൾ എന്നല്ല, ആരുടെ ഷാഡോ ആയിട്ട് നിൽക്കണം എനിക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നുന്നു. എന്താവുക അതേപോലെ ആ ഒരു സംഗതി ഇപ്പോൾ അതിലെ തന്നെ അതിലെ നൂറിൻ്റെ എത്തും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിലും അതിലെ നൂറുടെ ഒരു വാലായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോഴേ നമുക്ക് ആ ഇൻഡിവിജ്വൽ പ്ലെയറിനോടുള്ള റെസ്പെക്റ്റും സ്നേഹവും കുറഞ്ഞു വരും അല്ലേ. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് അനുമോള് അവിടെ കളിച്ചിട്ട് അവളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് അവളായിട്ട് നിന്നിട്ട് മുന്നോട്ട് പോകണം, നല്ല സാധ്യത ഉണ്ട് തോന്നുന്നു ഗൈസ്. ഒരു പക്ഷേ കപ്പടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പുറത്തുള്ള ആളുകൾ അനുമോളെ നന്നായിട്ട് പേടിക്കുന്നുണ്ട്, മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ PR. അത് നമ്മൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. പലരുടെയും യൂട്യൂബ് ചാനലുകളുടെ താഴെ വരണ കമൻറ്റുകളൊന്നും ശ്രദ്ധിച്ച് എനിക്ക് മനസ്സിലാവും. അനുമോൾ എന്നുള്ളൊരു കണ്ടൻറ്റാണ് അവിടെ. അനുമോൾ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റായ ഒരു വിഷയമാണ് ആളുകൾക്ക്, ഒരു പേരാണ്. അതേപോലെ തന്നെ അനുമോളുടെ PR നല്ല പേടിയുണ്ട് തോന്നുന്നു. അതായത് അനുമോൾക്കെതിരെ ആര് സംസാരിച്ചിട്ടുണ്ടെങ്കിലും അവരെ മൊത്തത്തിലാണ്ട് തകർത്ത് തരിപ്പണാക്കാവുന്ന ലെവലിലാണ് പലരും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. എന്തിനാണ് ഇത്രയുള്ള ഒരു കാര്യം? എനിക്ക് വന്നത് അതിൻ്റെ ആവശ്യമില്ല തോന്നുന്നു. അപ്പോൾ അനുമോൾക്ക് കിട്ടേണ്ട 2 വോട്ടെങ്കിൽ 10 വോട്ടെങ്കിൽ 10 വോട്ട് കുറയാനാണ് സാധ്യത തോന്നുന്നു കേസ്. അപ്പോൾ അനുമോളുടെ PR ടീംസിന് എനിക്കൊരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, അവൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ പ്രൊജക്റ്റ് ചെയ്യുക, പരമാവധി ഹ്യൂമറും ഒക്കെ വെച്ചിട്ട് അവളുടെ കുറേ റീൽസ് ഇടുക, വീഡിയോസ് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. എതിരെ നിൽക്കുന്ന ആളുകളെ തെറി വിളിക്കുകയൊന്നും ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ തെറി വിളിച്ചുള്ള പ്രശ്നമുണ്ട്. കഴിഞ്ഞ വട്ടം ജിൻഡോ വിന്നറായത് ഓർമ്മയുണ്ട? അതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അവൾ വെറുതെ തെറി വിളിക്കാണ്ടിരിക്കുക. അപ്പോൾ നെവിൻ നിങ്ങളിങ്ങനെ തെറി വിളിച്ച് വിചാരിക്കുക, അവൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് പൊതുവെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആളുകൾ ചെയ്തോളൂ, പ്രതികരിച്ചോളൂ. പക്ഷെ അതല്ലാണ്ട് നിങ്ങൾ ചുമ്മാ അത് വന്നിട്ട് നെവിനെ കംപ്ലീറ്റ്ലി അവൻ ഏറ്റവും മോശക്കാരനാണെന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ തെറി വിളിക്കുകയോ അങ്ങനെ രീതിയിൽ പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ആൾക്ക് തോന്നും ഇതിന് മാത്രം അവ തെറ്റ് ചെയ്തോന്ന്. അപ്പോൾ നെവിന് കുറച്ച് വോട്ട് കൂടുതൽ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഒരാളെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ, അയാൾ തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ കൂടി എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ അതിന് മാത്രം ഒറ്റപ്പെടുത്തൽ അനുഭവിക്കേണ്ട കാര്യം എന്താ അയാൾ എന്നുള്ള രീതിയിലായി മാറും. ഇപ്പോൾ അഖിൽമാരാർക്കൊക്കെ സംഭവിച്ചൊരു കാര്യം കണ്ട തുടക്കത്തിൽ. അഖിൽമാരാർ വിന്നറാവാൻ ക്വാളിഫൈഡ് ആയിരുന്നു, അത് വേറെ കാര്യം. ഞാൻ ആ പോയിൻ്റ് അല്ല പറയുന്നത്. അഖിൽമാരാർ അവിടെ ഒരു തെറ്റ് ചെയ്തിട്ട് അഖിൽമാരാറെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ അഖിൽമാരാറെ കൂടെ എടുക്കുന്ന ആൾക്കാർ ഇല്ലേ. അങ്ങനെയാണ് അഖിൽമാരാർക്ക് വിസിബിലിറ്റി കിട്ടി തുടങ്ങണത് അല്ലേ. കൂടുതൽ ആളുകളുടെ സപ്പോർട്ട് കിട്ടി തുടങ്ങുന്നത്, വിസിബിലിറ്റി അല്ല സപ്പോർട്ട് കിട്ടി തുടങ്ങുന്നത്. അപ്പോൾ അതുപോലെ നെവിനിപ്പോൾ എല്ലാവരും നല്ല എത്രയോ ആളുകൾ വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യേണ്ട, രേവതിയിലൊക്കെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ താഴെ നെവിനെതിരെ എന്തൊക്കെ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട് കേസ്. അത് ആ സംസാരിക്കുന്ന രീതി, കമൻറ്റ് ചെയ്യുന്ന ശൈലി കണ്ടാൽ മനസ്സിലാവും കേസ് അതൊരു PR ആവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തായിക്കോട്ടെ, ഞാനിവിടെ പറഞ്ഞു വരുന്നത് അനുമോൾ എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ ഇന്നുള്ള ഈ സീസണിലുള്ള കണ്ടസ്റ്റൻസിൽ മൊത്തം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒഴിവാക്കാനാവാത്ത പ്രധാനപ്പെട്ട ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയേഴ്സിൽ ഒരാളാണ് എന്നതിൽ ഒരു സംശയവുമില്ല ഗൈസ്. അപ്പോൾ അനുമോൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത്രയേ ഉള്ളൂ ഗൈസ്.